നമസ്കാരം, സഫ്വാൻ കെ ബാവയാണ്. ഹോം സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ സംരംഭക ലോകത്ത് നിർണായക സംഭാവനകൾ നൽകിയ ആളുകളാണ് ബിൽഡേഴ്സ്, ആർക്കിടെക്ചേഴ്സ്, പ്രിൻസിപ്പൽ ഡിസൈനേഴ്സ്, എൻജിനീയേഴ്സ്. ബിൽഡിംഗ് സെഗ്മെൻ്റ് അത്രമേൽ സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് ചാനലൊന്നും നമ്മളധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സംരംഭവും ഹോംസ് ഫോർ യുവിൻ്റെ ബാനറിൽ പുതിയൊരു ചാനലിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഹോം സ്റ്റോറീസ്. ഹോം സ്റ്റോറീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോം സ്റ്റോറീസിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥി സലീഖ് അഹമ്മദാണ്. ആർക്കിടെക്ചർ ലോകത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു മലബാറുകാരൻ അല്ലേ? നിന്റെ ഇൻട്രൊഡക്ഷൻ എനിക്കിഷ്ടമായി. ഒരു സുഖമൊക്കെ ഉണ്ട് കേൾക്കാൻ. അതെ, എന്തായാലും നിനക്കത് പറയാം. കാരണം നമ്മൾ പരിചയപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ പെട്ടെന്ന് നമ്മളൊരു ബോണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതെ അതെ. എറണാകുളത്ത് വരുമ്പോൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നീയും ഞാനും കുറേ സിനിമാ കഥകൾ കഥകളുണ്ട്. നമ്മളെ ഒരു സിനിമ സുഹൃത്തുക്കളായി മാറി. അതെ. അത് എനിക്ക് തോന്നുന്നു നിൻ്റെ ഒരു പുതിയ ചാനലിൽ ആദ്യത്തെ ഗസ്റ്റായി വന്നിരിക്കുന്നതിൽ എനിക്കൊരുപാട് സന്തോഷം. വെൽക്കം. നിനക്ക് എല്ലാ ഭാവുകളും ഞാൻ നേരുന്നു. അപ്പം നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കടക്കാം. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു സിനിമാ നടനാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ആദ്യം അദ്ദേഹത്തോട് ചോദിക്കുക ഒരു ചോദ്യമുണ്ട്. ഇത് പരമ്പരാഗതമായിട്ടുള്ളൊരു ചോദ്യമാണ്, ക്ലീശ ചോദ്യമാണ്. എന്നാൽ ഈ ക്ലീശ ഞാനിവിടെ ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സെഗ്മെന്റിൽ എത്തിപ്പെട്ടത്? അതിന് സഫ്വാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലീശ ആൻസർ ആണോ? ഒരിക്കലും ക്വസ്റ്റ്യൻ ക്ലീശ ആണെങ്കിലും ആൻസർ പലപ്പോഴും ക്ലീശ ആവാറില്ല. പലർക്കും പല അനുഭവങ്ങളാണ്, പല രീതിയിലുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് അതിലൊരു ക്ലീശ വരാൻ സാധ്യതയില്ല. എന്നാലും പറഞ്ഞോ. എന്നാൽ ഞാനൊരു ആൻസർ പറയാം. കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ പാരൻസ് എന്നോട് പറയും, സലീഖ് നീ നന്നായിട്ട് വരക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഏറ്റവും നല്ലൊരു ഡിസൈനർ ആവണം. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് വന്ന ആളല്ല ഞാൻ. ഞാൻ വന്നത് ആ സമയത്ത് ഈ മേഖലയിൽ നല്ല സ്കോപ്പുണ്ട്, ഇതിന് നല്ല സ്കോപ്പുണ്ട്, പാരൻസ് നീ ഇതന്നെ എടുക്കണം, ഇതന്നെ നീ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞാൻ എഞ്ചിനീയർ ആയതാണ്. യാതൊരുവിധ വരക്കാനുള്ള കഴിവുകളോ. എഞ്ചിനീയറിംഗ് ബിടെക് ഡിപ്ലോമ എല്ലാം ചെയ്തിട്ടുണ്ട്. ആർക്കിടെക്ചർ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വരക്കാൻ അറിയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളല്ല. നമ്മൾ സിമ്പിളായിട്ട് പാരൻസിൻ്റെ ഒക്കെ ഒരു നിർബന്ധപ്രകാരം ഈ മേഖലയിലെത്തി. ഇപ്പോൾ നമ്മളതിൽ അഭിമാനിക്കുന്നു. നമുക്ക് ഇതിൽ നല്ല രീതിയിൽ പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു സലീഖൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കോയിൻ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞിട്ട് അത് താഴെ വീഴുന്നത് ഒരു എഞ്ചിനീയറിന്റെ തലയിലായിരിക്കും എന്ന് പറയാ. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് എല്ലാവരും ബിടെക് അറിയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പം അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് ബിടെക് അല്ലാതെ വേറെ മേഖലയിൽ പോകുന്നു. അത് നമ്മളെ നാട്ടിൽ പണ്ട് മുതലേ ഒന്നിലേക്ക് ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള പരിപാടികളാണല്ലോ എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു നമ്മൾ പ്രൈവറ്റ് കോളേജിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വാപ്പാടെ പൈസക്ക് പഠിച്ച് എഞ്ചിനീയറായി അങ്ങനെയുള്ള ഒരു ജേണി ആയിരുന്നു എൻ്റെത്. അതെ. അതുകൊണ്ട് ക്ലയൻസ് വിചാരിക്കുന്നത് എനിക്ക് ബുദ്ധിയില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ അത്യാവശ്യം ബ്രില്യൻ്റ് ആണ്, കുഴപ്പമില്ല. എത്ര നാളായി ഈ ഒരു ഈ ആർക്കിടെക്ചർ, ഈ സലീഖ് അഹമ്മദ് ആർക്കിടെക്ചർ തുടങ്ങിയിട്ട് എത്ര നാളായി? അതെനിക്ക് തോന്നുന്നൊരു 8-9 വർഷത്തോളമായിട്ട്. 9 വർഷത്തോളമായിട്ടുണ്ട് മേഖലയിൽ. ആദ്യത്തെ പ്രോജക്റ്റ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആദ്യത്തെ പ്രൊജക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നതും ആ പ്രോജക്റ്റ് സൈൻ ചെയ്യുന്നതും തുടർന്ന് ആ പ്രോജക്റ്റ് ചെയ്യുന്നതും ഒരു ഇമോഷണൽ ഉണ്ടാവുന്നൊരു ഒരു ഏരിയയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്, ആദ്യത്തെ പ്രോജക്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു?
എക്സ്പീരിയൻസ് നല്ലതായിരുന്നു, പക്ഷേ ഈ പറയുന്ന ഫീലൊന്നും ഇല്ലായിരുന്നു. അതായത് നമുക്കതൊരു ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അതിനൊരു ബുദ്ധി വേണം. അതൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ജേണി ഭയങ്കര രസമായിരുന്നു. ഞാൻ ഒരുപാട് എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? എനിക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതായത് ആളുകളെ ഫേസ് ചെയ്യാനും സംസാരിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ച് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ ആളുകളെ കാണാനും അല്ലെങ്കിൽ കുറേ ബന്ധങ്ങൾ വരുന്നതൊക്കെ അവരോട് സംസാരിക്കാനൊന്നും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പണ്ടേ ഇല്ലായിരുന്നു. ഈ കോൺഫിഡൻസ് ഒക്കെ വന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പറയുന്ന അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊന്ന് തുടങ്ങാം ഒരു ഓഫീസ്. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഫ്രണ്ട്, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. എനിക്കന്ന് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ അവൻ്റെ കൂടെ, കാരണം അവൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിന്നെ അവരൊക്കെ അത്യാവശ്യം നമ്മളെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഡിസൈനിങ്ങിലൊന്നും അത്ര ബ്രില്യൻ്റ് ഒന്നും നമ്മളല്ലാത്തതുകൊണ്ട് അവൻ്റെ കൂടെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ അത് നമ്മൾ പിരിഞ്ഞു. നമ്മൾ സിങ്ക് ആവുന്നില്ല പല കാര്യങ്ങളും. ഒരു പാർട്ട്ണർഷിപ്പിലുണ്ടാവുന്ന സാധാരണ പ്രശ്നങ്ങൾ അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല. ഈ ആരോടും നമുക്ക് വെറുപ്പോ ദേഷ്യം അങ്ങനെയൊന്നുമല്ല. ഒരു സിങ്ക് ആവുന്നില്ല, റെഡി ആവാത്ത പോലെ ഫീൽ ചെയ്തപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെ കുറച്ച് കാലം നോക്കി, അതും നടന്നില്ല. അപ്പോൾ അതൊക്കെ ഓഫീസ് നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്പെൻസ് ഓഫീസിലേക്ക് സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അതൊന്നും ശരിയാവില്ല, ഇനി എൻ്റെ പേരിൽ തന്നെ നമുക്കൊരു കമ്പനി തുടങ്ങാം. നമ്മളെ പേരിൽ ഇപ്പം ഞാൻ സ്വന്തം പേര് തന്നെ ബ്രാൻഡ് ആക്കിയിട്ട് അത് ബ്രാൻഡ് ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടൊന്നുമില്ല. എനിക്ക് പേരാലോചിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അത് ബ്രാൻഡ് ആക്കണം എന്നുള്ള ഈ പേരിടാനൊന്നും എനിക്ക് കഴിയില്ല. ഇപ്പോഴത്തെ ഈ നമ്മൾ ഈ വീടൊക്കെ ചെയ്യുമ്പോൾ ഈ വീടിന് സെലിക്കൊരു പേരിടുമെന്ന് ചോദിക്കും എന്നോട് ക്ലയൻസ്. പക്ഷെ എനിക്ക് പേരിടാനൊന്നും കഴിയില്ല. അങ്ങനത്തെ ഒരു ആലോചിച്ച് നമുക്ക് പേര് കണ്ടെത്തുക അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സലീഖ് അഹമ്മദ് കൊള്ളാം, അതിൻ്റെ താഴെ ഒരു ആർക്കിടെക്ട്സും കൂടെ കൊടുക്കുക. പിന്നെ ഒരുപാട് ആർക്കിടെക്ട്സൊക്കെ സ്വന്തം പേരിൽ കുറേ ഇത് തുടങ്ങിയിരുന്നു പണ്ടുള്ള കാലഘട്ടങ്ങളിൽ. ഇപ്പോഴല്ല, പഴയ കാലഘട്ടങ്ങളിലൊക്കെ കുറേ വലിയ ആർക്കിടെക്ട്സൊക്കെ അവരുടെ സ്വന്തം പേരിലാണ് അവർ ഒരു ബ്രാൻഡായിട്ട് അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനൊന്ന് എൻ്റെ സ്വന്തം പേരിൽ തന്നെ ആക്കാം. അങ്ങനെയാണ് എൻ്റെ പേരിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോഴും നമുക്കൊരു രജിസ്ട്രേഷൻ ഇല്ല, ഓഫീസില്ല, ഒന്നുമില്ല. ഓഫീസിനോടുള്ളൊരു മടുപ്പ് വന്നു. നമ്മൾ ആദ്യം കുറേ ഓഫീസും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, ഓഫീസിന് ഒരുപാട് പൈസ സ്പെൻഡ് ആയി. കുറേ ഓഫീസൊന്നും ഇനി വേണ്ട. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മലപ്പുറം ജില്ലയിലാണ്, നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ അവിടെ സംബന്ധിച്ചിടത്തോളം അവർ എനിക്ക് ഓഫീസ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും ഇനിയിപ്പോൾ ഇല്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല, ആരും ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അപ്പം ഞാനെന്ത് ചെയ്തു, അവരോട് ഞാൻ നാട്ടിലാണ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വർക്ക് നമ്മൾ പോയി അറ്റൻഡ് ചെയ്തു. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. അത് വേറൊരു കണക്ഷനിലൂടെ വന്നതാണ്. എൻ്റെ ബ്രദറിൻ്റെ ഒരു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രദറിൻ്റെ ഒരു ഇതിലൂടെ വന്നതാണ്. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു അവരെൻ്റെ പഴയ ഡിസൈൻസോ അല്ലെങ്കിൽ എൻ്റെ ബ്രില്യൻസോ കണ്ടിട്ട് ഇഷ്ടമായതായിരിക്കില്ല. അവർക്ക് അവരുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരാൾ, കുഴപ്പമില്ല, വിശ്വാസം ഉണ്ടായി. നിഷ്കളങ്കമായിട്ടുള്ളൊരു ചിരിയും സുന്ദരനല്ല, ഈ പറയുന്ന ഒരു പയ്യൻ, കുഴപ്പമില്ല, അവൻ പുതിയ പയ്യനാണ്, അവൻ ചിലപ്പോൾ നിഷ്കളങ്കനാണ്, സുന്ദരനാണ്, പിന്നെ സത്യല്ലേ. അപ്പോൾ അവര് അത് പറയല്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ആയിക്കോട്ടെ സലീഖ് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് നമ്മൾ ഡിസൈൻ ചെയ്തു, അന്ന് ഡിസൈനൊക്കെ ചെയ്തു. പിന്നെ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും തുടങ്ങുന്നത്. അന്നൊന്നും പിന്നെ ഈ പൈസൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലായിരുന്നു. വീട്ടിൽ അരി വേവുന്നത് കൊണ്ടും ഉപ്പാക്ക് വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ടും ഒക്കെ നമുക്ക് എന്തില്ലായിരുന്നു, പ്രഷറില്ല. നമ്മളെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ആഗ്രഹിക്കുന്ന 2 ആൾക്കാർ, ഉമ്മയും ഉപ്പയും. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെടും. എന്നാലും അവർക്കൊരു വിശ്വാസമുണ്ട്, അവർക്കൊരു ഇതുണ്ടാവും എങ്ങനെയോ. അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഗൾഫിലേക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടോ ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല. ഉമ്മാക്കും വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ഗൾഫിൽ ദുബായ് പരിപാടികളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇങ്ങനെ എനിക്ക് ചെറിയ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസയൊക്കെ ഞാൻ തന്നെ കിട്ടൽ തുടങ്ങി, 3D ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഒരു പ്രൊജക്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ അത് അവർ നമ്മളൊരു വിശ്വാസമായല്ലോ. അപ്പോൾ സലീഖ് തന്നെ അത് എത്ര നാളെടുത്തോ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ? അതെനിക്ക് തോന്നുന്നു അത് ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഒരു 1.5 വർഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പ്രളയം, ഇങ്ങനത്തെ കുറേ
ഇഷ്യൂസൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഡിലേ ആയിപ്പോയി. പിന്നെ ക്ലയൻറ്റിന് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യാനും തുടങ്ങാൻ അത്യാവശ്യം ഫണ്ട് വേണമുള്ളത് കൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഡിലേ ആയി. അപ്പോൾ ഈ ഡിലേ ആവുന്നതൊക്കെ നല്ലതിനാണ്. അപ്പോൾ ഞാൻ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പുതിയ ബന്ധങ്ങളിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കല്യാണം, അതേപോലെ ആ കല്യാണത്തോടനുബന്ധിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന വേറെയും കുറേ സുഹൃത്തുക്കൾ, അവരൊക്കെ വഴി നമ്മൾ എന്തായി ഒരു എക്സ്പീരിയൻസ്ഡ് ആയി വന്നപ്പോഴേക്കും ആ വർക്ക് സലീക്ക് നീ എടുത്താൽ മതി എന്ന് ആര് പറയുന്നു? ക്ലയൻറ്റ് പറയുന്നു. സലീക്ക് നീ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു, നല്ല എക്സ്പീരിയൻസ്. പുള്ളിയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ വെഞ്ചറായിട്ട് ഞങ്ങൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റായിരുന്നു അത്. ഞാൻ നല്ല എഫേർട്ട് ഇട്ടിരുന്നു. എഫേർട്ട് ഇടാനുള്ള ഈ ഒരു ക്ലയൻറ്റ് നമുക്ക് തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രൊജക്റ്റിൽ അത് കാണും. അതായത് നമുക്ക് ആത്മാർത്ഥത നമ്മൾ പോലും അറിയാതെ നമുക്ക് കൂടും. അത് ക്ലയൻറ്റിന് നമ്മളെ വിശ്വാസമാകുമ്പോൾ ആ വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്യാൻ തന്നെ ശ്രമിക്കുള്ളൂ. കാരണം അവരാണല്ലോ ശരിക്കും നമ്മളെ എല്ലാം. അവർ പൈസ മുടക്കി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു. ഒരു വീട്ടിലേക്കൊക്കെ പൈസ മുടക്കുക എന്ന് പറയുന്നത് അതൊരു പിന്നെ ഒരാൾക്ക് എങ്ങനെ അതൊരു ഡെഡ് മണി ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അതിന്മേന്നൊന്നും നമുക്ക് ഇൻകം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൽ 100% ഇട്ടിട്ടില്ലെങ്കിൽ അത് നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്നൊരു ക്രൂരതയായിരിക്കും. അപ്പോൾ നമ്മളത് അടിപൊളിയായിട്ട് ചെയ്തു കൊടുത്തു. അതിപ്പോഴും എൻ്റെ ഒരു നല്ലൊരു പ്രൊജക്റ്റായിട്ട് എനിക്ക് ഇപ്പോഴും അത്. ഇതിനോട് തന്നെ ടെയിൽ ചെയ്ത് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ അല്ലേ? സലീഖ് അഹമ്മദ് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ സലീഖ് അഹമ്മദ് ഒരു പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സലീഖ് അഹമ്മദിൻ്റെ സ്റ്റൈൽ എന്താണ്? കാരണം എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ വാട്ട് ഈസ് യുവർ സ്റ്റൈൽ? നല്ല ഡിസൈൻ ഇല്ലാതെ എന്തായാലും എന്ത് സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് അപ്രോച്ചിങ്, അതായത് അപ്രോച്ചിങ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഏറ്റവും, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മളെ അയാളുടെ ഒരു സ്വപ്നം പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. അയാളുടെ ഒരു എന്താ പറയുക, അയാൾക്കതിലൊരു ഭയങ്കര ഒരു ഇമോഷൻ ഉണ്ട്. അയാളുടെ വീടെന്ന് പറയുന്നത് അയാൾക്കൊരു ഇമോഷനാണ്. അപ്പം നമ്മൾ അയാളെ കേൾക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതിൽ അയാളെ കേട്ടുകൊണ്ട് അയാൾക്ക് നമ്മളിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നന്നാവുന്ന അയാൾക്ക് തോന്നണം. ആദ്യം അതാണ്. അല്ലാതെ ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ഡിസൈൻ ചെയ്യുന്ന ഒരാളുള്ളത്, ഇഷ്ടംപോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അയാൾക്ക് നമ്മളോടൊരു ഇഷ്ടം, സംസാരിക്കുമ്പോൾ നമ്മളോടൊരു ഇഷ്ടം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജെന്യൂൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നന്നാവുക എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ നന്നാവുക എന്ന് പറയുന്ന സംഭവം ഇത് സർവീസ് ആണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. ഒരു 3 മാസം മുമ്പ് ഇതുപോലെ സലീഖ് എൻ്റെ ക്ലൈന്റ് ആയിരുന്നു, ഇന്ന് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. അത് നിനക്ക് എന്നോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയും, ഞാൻ നല്ലവനായതുകൊണ്ട് നിന്റെ ക്വാളിറ്റി അല്ല അത്. അതേപോലെ എൻ്റെ എല്ലാ ക്ലയൻസിനും എന്നെ ഇഷ്ടമാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. എല്ലാവരും ഇന്ന് എനിക്ക് സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദര തുല്യമാണ് എല്ലാവരും. അവരുടെ കുടുംബത്തിലേക്ക് ഏത് സമയത്തും എനിക്ക് കയറി ചെല്ലാൻ പറ്റും. അത്രയും ബന്ധങ്ങളുണ്ട്. ഇത്രയും നാള് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രൊജക്ട്സ് കേരളത്തിൻ്റെ എല്ലാ അറ്റത്തും ഓരോ പ്രോജക്റ്റ് ഉണ്ടെന്ന് തോന്നണം അല്ലേ? അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോജക്റ്റ്, ഒരു ഇമോഷണൽ ടച്ച് അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷനുള്ള ഒരു പ്രോജക്റ്റ് ഏതാണ്? ഇപ്പോൾ ഒരു വീട് പണിയുമ്പോൾ അതിൽ ചില ആർക്കിടെക്ട്സ് അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വീടിൻ്റെ പണി ഓൺ ഗോയിങ് ടൈമിൽ അതിലൊരു ഇമോഷണൽ കണക്ഷൻ വരാറുണ്ട്. അങ്ങനെ ഏത് പ്രോജക്റ്റിലാണ് ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു പ്രോജക്റ്റ് ഏതാണ്? ചോദിച്ചത് വലിയൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ അതിന് ചെറിയൊരു ആൻസർ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് എല്ലാ പ്രൊജക്റ്റും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതൊന്നുമില്ല, അത് ഈ പറയുന്ന എല്ലാവരും ആത്മാർത്ഥതയോടു കൂടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം എല്ലാവർക്കും ഞാൻ ഡബിളായിട്ട് തിരിച്ചും അതിൻ്റെ ഇത് കൊടുക്കാറുണ്ട്. എല്ലാ പ്രൊജക്റ്റും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അതിൽ ഒരു പ്രൊജക്റ്റിനെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല.
കാരണം അതുപോലെ പ്രൊജക്റ്റുകളെ ഞാൻ എടുക്കുന്നുള്ളൂ. എല്ലാറ്റിലും ഞാൻ എൻ്റെ 100% എൻ്റെ കഴിവ് ഞാൻ ഇടുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു അല്ലാതെ ഒരു പ്രൊജക്റ്റായിട്ട് ഫസ്റ്റ് പ്രൊജക്റ്റ് നമുക്ക് എന്നും പ്രിയപ്പെട്ട തന്നെയാണ്. കാരണം നമ്മളെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന പരിപാടി. ബാക്കി പിന്നെ വരുന്നതൊക്കെ എല്ലാവരും എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവരൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്യും. അതിന് ഏത് ചെറിയ പ്രൊജക്റ്റാണെങ്കിലും അവരെന്നോട് എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഞാൻ അവർക്ക് എൻ്റെ എല്ലാം കൊടുത്തിരിക്കും. എൻ്റെ എല്ലാം ആത്മാർത്ഥമായിട്ട് ഞാൻ കൊടുക്കും. അത്രയാണ്. അതിനോട് തന്നെ വീണ്ടും ഏറ്റവും വെല്ലുവിളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഏതായിരിക്കും? നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ ഈ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ കൂടുതലും ഞാനതിൽ ഫോക്കസ് ചെയ്തതുകൊണ്ട് ഈ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആകുമ്പോൾ ചില നിങ്ങളുടെ ക്ലയൻസ് ചിലപ്പോൾ ദുബായിലുണ്ടായിരിക്കും. എല്ലാവരും പുറത്തായിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാവരും പുറത്താണ്. അവർക്ക് ഇവിടെ ഒരു വീട് വേണം, ആ വീട് പണിയുന്നു. അവിടുത്തെ പൈസ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വീടൊക്കെ നമ്മളൊക്കെ നിലനിന്ന് പോണത്. ഇത് ചില സമയങ്ങളിൽ ഞാൻ ഈ വെല്ലുവിളി എന്ന് പറയാൻ കാരണം ഇപ്പോൾ അടുത്ത മാസം 15-ാം തീയതി ഒരു പാലുകാച്ചൽ വെച്ചെന്നു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് അത് തീർന്നില്ല അല്ലെങ്കിൽ തീരുമെന്നുള്ള ടെൻഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് ആയി പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളി? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെയാണ്. അതായത് ക്ലയൻസ് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, അവരെനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. എനിക്കൊരു പ്രഷർ ആരും ഇതുവരെ തന്നിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ തവണ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു കോൾ ചെയ്തിട്ട് എന്താണ് ആ ക്ലൈന്റിനോട് പറയാണ്, എന്താണ് വീടിന്റെ മതില് ഒലിച്ചു പോയിരുന്നു. അത് നമ്മൾ കുറെ മുന്നേ ഉള്ള ഒരു സംഭവം. അത് ആ ക്ലൈന്റ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ. അതെ. അത് എന്നോട് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ, എൻ്റെ അടുത്ത് ഒരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നൊരു ക്ലൈൻ്റാണ്. പുള്ളിക്ക് എന്നെ അറിയില്ല, അതായത് ഞാൻ ആരാണ് എന്താണെന്ന്. അപ്പോൾ പുള്ളി എന്നെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു കല്യാണം അന്വേഷിക്കുന്ന പോലെയൊക്കെയാണ് എന്നെ കുറിച്ച് അന്വേഷിച്ചത്. പുള്ളി എൻ്റെ എല്ലാ ക്ലയൻസിനെയും വിളിച്ച് അന്വേഷിച്ചു. അങ്ങനെയാണ് എനിക്ക് എന്നെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ വർക്ക് എന്ന് പറഞ്ഞത് ഭയങ്കര ഹില്ലല്ല, ഒരു 10-25 അടി ഒരു ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ. അപ്പോൾ അതിലൊരു വലിയൊരു കെട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ആദ്യമേ ആ സ്ഥലം എടുത്തപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഈ സ്ഥലം എടുത്തത്, ഇത് ഭയങ്കര സോയിൽ ഫില്ലിംഗ് ആയിട്ടുള്ള ഏരിയ അല്ലേ, അതല്ലേ, അങ്ങനെയല്ല, ഒരു നെഗറ്റിവിറ്റി ആ പ്ലോട്ടിനുണ്ട്. അപ്പോൾ അതൊരു അങ്ങനെ വരുമ്പോഴാണ് ഞാൻ അവിടെ ഇതൊരു കുഴപ്പമില്ല, നമുക്കിവിടെ അടിപൊളി വീട് പണിയാം, ഞാൻ പുള്ളിക്ക് ഭയങ്കര പോസിറ്റീവൊക്കെ കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ തുടങ്ങി എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ഇത് തുടങ്ങി ഒരു ഫൂട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡിലുള്ള ഘട്ടം കഴിഞ്ഞ്, അതായത് ഈ റാൻഡം റബിൾ മേസൺട്രിയാണ്, അത് ഈ സാധനം അങ്ങ് പോയി. ഇതങ്ങ് പോയതും നമ്മൾ ചെയ്ത 2 ഫൂട്ടിങ്ങും പോയി. ഇത് പിന്നെ എനിക്ക് പുള്ളിയോട് പറയണം, എങ്ങനെയാണ് നമ്മളാണല്ലോ ഇത് പോസിറ്റീവായിട്ട് കൊടുത്തതും തുടങ്ങിയതൊക്കെ. അപ്പോൾ ഇത് പുള്ളിയോട് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയെ വിളിക്കുമ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് നമ്മൾ സാധാരണ സാറേ കെട്ടുപോയി, അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. പോയല്ലേ, ഞാൻ അവിടുന്ന് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഫയറിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പുള്ളി എന്നാൽ ശരി കേട്ടോ പുള്ളി ഫോൺ വെച്ചു. അപ്പോൾ എനിക്ക് ഇതെന്തൊന്നും നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ, 2 തെറിയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല, അതും പറയുന്നില്ല. അപ്പോൾ അന്ന് നല്ല മഴയായിരുന്നു. പിന്നെ പുള്ളിനെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ഭാര്യൻ്റെ അടുത്ത് നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് വിളിച്ചിട്ടുണ്ടോട് ചോദിച്ച്, സലീക്ക 2 ചോദ്യം, അതിലൊന്ന് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ, സലീക്ക എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യുന്നു പറഞ്ഞു. പുള്ളിയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതും മുടക്കുന്നതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിതിൽ 100% കോൺഫിഡൻ്റ് ആണ്, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം, ഇത് നമുക്ക് ഒന്നും കൂടെ ഫൂട്ടിങ്ങിനെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ഓക്കെ തുടങ്ങാം. അപ്പോൾ സത്യം പറഞ്ഞാൽ പുള്ളിക്ക് അവിടെ വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ഒരു ഓൾറെഡി നെഗറ്റീവ് ഉള്ളൊരു സൈറ്റ്, എല്ലാവരും മോശം പറയുന്ന സൈറ്റ്, പുള്ളിയുടെ വീട്ടിൽ നിന്ന് വരെ എന്തിനാണ് വീട് പണിയുന്നതെന്ന് വരെ ചോദിച്ചിട്ടുള്ള ഒരു സൈറ്റ്. പക്ഷെ പുള്ളി അവിടെ എന്നെ ട്രസ്റ്റ് ചെയ്തു. എന്നെ ട്രസ്റ്റ് ചെയ്യണം എന്താ, എൻ്റെ കഴിവ് കണ്ടിട്ടോ അല്ലെങ്കിൽ എന്നെ ഇതുകൊണ്ടൊന്നുമല്ല. ഞാൻ ഒരുപാട് പ്രൊജക്റ്റുകളൊന്നും ചെയ്ത ഒരാളല്ലല്ലോ. പക്ഷെ പുള്ളി എന്നെ വിശ്വസിച്ചു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്നോടുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ് വന്നതുകൊണ്ടായിരിക്കാം നമുക്ക് തുടങ്ങാം. ഇന്നിപ്പോൾ ആ പ്രൊജക്റ്റ് തീരാറായിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ അത് ഞാൻ ഫിനിഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പുള്ളി അതിലേറെ ഹാപ്പിയാവും, ഞാൻ ഹാപ്പി ആക്കും.
അതെൻ്റെ ഒരു എന്താ പറയുക, ഞങ്ങളെ മലബാർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നീയത്താണ്. അത് ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് പ്രഷറൊന്നും തരുന്നില്ല, എനിക്ക് നാളെ ഇത് ഹൗസ് വാമിങ് വേണമെന്ന് പുള്ളി പറയുന്നില്ല. പുള്ളി പയ്യെ സലീഖിൻ്റെ സമയമെടുത്ത് ചെയ്താൽ മതി. ഞാനതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാനാണത് കോൺട്രാക്റ്റ് എടുത്തതും, ഞാനാണത് വരച്ചതും, ഞാനാണത് സൂപ്പർവൈസ് ചെയ്യുന്നതും എല്ലാം ഞാനാണ്. അപ്പോൾ അത് ഞാൻ തീർത്തു കൊടുക്കും. അതെൻ്റെ കോൺഫിഡൻസ് ആണ്, അഹങ്കാരമാണെന്ന് പറയാം. ഈ പ്രൊഫഷണൽ ലൈഫിൽ ഇപ്പം ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞാണ്, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പ്രൊഫഷണൽ ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പാഠങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും കാലത്തെ ജേണിയിൽ എല്ലാവരും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരുപാട് പേരെ വിശ്വസിച്ചു, അവർ ചതിച്ചു, നമ്മൾ ഇനി ആരും വിശ്വസിക്കാൻ പാടില്ല. ഇതുപോലുള്ള പാഠങ്ങളൊന്നല്ല എൻ്റേത്. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പേര് വരും, പക്ഷേ ഈ പറയുന്നവർ ഒക്കെ അതിഥികളെ പോലെയാണ്. നമുക്ക് ലേണിങ്സ് ആണ്. ലേണിങ്സ് ഉണ്ട്, നമുക്ക് ഏണിങ്സ് ഉണ്ട്. അപ്പോൾ ലേണിങ്സും ഉണ്ട്, ഏണിങ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന കുറേ പാഠങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഞാനിപ്പോൾ പഠിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് നമ്മുടെ ഇപ്പോഴുള്ള ഒരു ലൈഫിൽ നിന്ന് ഇനി അങ്ങോട്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർക്ക് തണലാവേണ്ട ഒരാളാണ്. അതായത് നമ്മളൊരു പ്രായം, അതായത് നമ്മൾ മക്കളായി, നമ്മളെ പാരൻസിന് ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ തണലാവേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ വെറുപ്പും ദേഷ്യവും പ്രഷറൊന്നുമില്ലാതെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കിക്കൊണ്ട് ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട്, അവന് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് കയറി വന്ന ഒരാളാണ് അവൻ. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ലൈഫിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ഇവൻ്റെ വളരെ ചെറുപ്പകാലത്ത് ഇവൻ്റെ അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ ഒരു കമ്പനി ബിൽഡ് ചെയ്ത്, ഇപ്പോൾ പഠനത്തിനൊക്കെ ശേഷം ഒറ്റയ്ക്ക് കയറി വന്നു. ഇപ്പോൾ അവൻ്റെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ അവൻ്റെ അമ്മക്ക് ഒരു ചെറിയ അസുഖവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ എനിക്ക് എപ്പോഴും പരീക്ഷണങ്ങൾ ഭയങ്കരമാണ്, എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ എപ്പോഴും പരാജയപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അവനോട്, എടാ നീ അടിപൊളിയാണ്. ഞാൻ അവനോട് പറഞ്ഞത്, നീ അടിപൊളിയാണ്, കാരണം നീ ഒന്നുമല്ലായ്മയിൽ നിന്ന് ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്ത ഒരു സാധനമുണ്ട്. നീ ഒരുപാട് പേർക്ക് അന്നമാകുന്നു. അതായത് അവനിലൂടെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റാഫുണ്ട് അവന്. അപ്പോൾ അവന് ഫിനാൻഷ്യലി അവന് പ്രോബ്ലം അല്ല. ഒന്നും അല്ലായ്മയിൽ നിന്ന് ഇപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാൽ പോലും അവനെന്താവുന്നുണ്ട്, അത് ഫിനാൻഷ്യലി അവന് അത് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇമോഷണലി നീ ഇനി വീക്കാവരുതെന്ന് പറഞ്ഞു ഞാൻ. കാരണം നമ്മളെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിനി മറ്റുള്ളവർക്ക് തണലാവേണ്ട ആളുകളാണ്. അത് നമ്മൾ ഈ പ്രായം അതാണ്. അതായത് 30 to 40 വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ കാണും. അപ്പോൾ ഈ സാധനം നമ്മളെ ഇനി എന്താക്കുക, നമ്മളെ താഴേക്ക് ഇറക്കി വെക്കുക. ഞാൻ എന്ന് പറയുന്ന ഭാവം നമ്മൾ ഒഴിവാക്കുക. നമ്മളൊന്നുമല്ല എന്നുള്ള ബോധ്യം നമ്മളിലേക്ക് വരിക. നമ്മളെല്ലാവരും സ്നേഹിക്കുക, എല്ലാവർക്കും ഒരു തണലാവുക. ഒരു കൂട്ടുകാരന് കൊടുക്കാൻ പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഉപദേശമാണ് ആ കൊടുത്തത്. ഇപ്പം നേരെ മറിച്ച് ആ കൂട്ടുകാരൻ വന്ന് സംസാരിക്കുകയാണ്, എടാ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവനെ ഡീമോട്ടിവേറ്റ് ചെയ്ത്, എടാ നിനക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവൂടാ, ഇതാണ് എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു തമാശക്ക് ചെയ്യുന്നൊരു കാര്യമായിരിക്കും, പക്ഷെ അത് ആ ഒരു വ്യക്തിൻ്റെ ഉള്ളിൽ പതിക്കുന്ന ഒരു ആഘാതം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിസാസ്റ്റർ ആയിട്ടായിരിക്കും ഉള്ളിൽ കിടക്കുക. പക്ഷെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരനോട് നമ്മൾ ചിലപ്പോൾ അവൻ വന്ന് അവൻ്റെ സങ്കടമൊക്കെ നമ്മളോട് സംസാരിക്കാൻ നേരത്തെ നമ്മൾ ചിലപ്പോൾ തമാശക്കുന്ന രീതിയിൽ ആ സങ്കടം നമ്മൾ കോമഡി ആക്കി വിടും. പക്ഷെ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും കോമഡി ആക്കരുത്. അല്ല, ഇത് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ഒരു തണലാവുക എന്ന് പറയുന്നത്, സുഹൃത്തെന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരുന്ന ആളുകളാണ്. അതായത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര ആളുകളുണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ, പക്ഷേ
എങ്ങനെ നമ്മളൊരാളായിട്ട് കണക്ട്, ബാക്കിയുള്ളവരെ നമുക്ക് ദേഷ്യമായിട്ടാണോ, ബാക്കിയുള്ളവരെ നമുക്ക് ഇഷ്ടമല്ലായിട്ടല്ല, അത് ഓട്ടോമാറ്റിക്കലി ഒരു ജേണിയിൽ നമ്മളെ കൂടെ കൂടുന്ന ആളുകളാണ്. വിരലിലെന്നാവുന്നവരേ ഉള്ളൂ, കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ. എങ്കിലും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്, പഠിച്ചവരും. ഇപ്പോൾ ഞാൻ വിളിക്കാത്തവർ ചിലപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും വിളിക്കാറില്ല. പക്ഷേ അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയത് ഈ ഒരു 30-ന് ശേഷമാണ്. അതിൻ്റെ മുന്നൊക്കെ നമ്മൾ അവനൊക്കെ എന്തിനു വിളിക്കുന്നു, പക്ഷെ എല്ലാവരെയും നമുക്ക് ഇഷ്ടമാവുന്നു. നമ്മൾ ഇമോഷണലി ഇപ്പോൾ എല്ലാവരായിട്ടും കണക്റ്റ് ആവുന്നുണ്ട്. എല്ലാവരും നമുക്ക് ഇഷ്ടമാവും. ഞാൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉള്ളിൽ നിന്ന് പോയി, ഞാൻ എന്ന് പറയുന്ന സംഭവം ഇനിയില്ല. ഇനി നമ്മൾ എല്ലാവരും. ഈ ഒരു സമയത്ത് ഞാൻ വേറൊരു കാര്യവും കൂടി, അത് ഒരു തമാശ രൂപേണ ചോദിക്കുകയാണ്. തമാശയൊന്നും എനിക്കിഷ്ടമാണ്, ചോദിച്ചോളൂ. ഓക്കെ, അത് എനിക്കിഷ്ടമായി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത്, ഈ ആർക്കിടെക്ചേഴ്സ് ആണെങ്കിലും നിങ്ങളെല്ലാവരും ഒരു ആർട്ടിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഈ ആർട്ടിസ്റ്റിക് ഈഗോ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ഈഗോ വരാറുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ആർട്ടിസ്റ്റുമാർക്ക് ഈഗോ ഉണ്ട്. അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഈ ആർട്ട്പരമായിട്ട് ചെയ്യുന്ന ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് ഈ മേഖല മാത്രമല്ലല്ലോ. ഇപ്പോൾ ക്യാമറ എഡിറ്റിംഗ് പരിപാടികളൊക്കെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ഈഗോ ഉണ്ട്. അതായത് എത്തിക്സ് എന്നൊക്കെ പറയാം ഇതിന് വേണമെങ്കിൽ. കാരണം ഞാൻ ചെയ്തൊരു സാധനം വേറൊരാൾ വന്നിട്ട് മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ അതിലൊരാൾ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അതൊരു പോയിന്റിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം വേറൊരാൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ അയാൾ നല്ലൊരു ബ്രില്യൻ ഡിസൈനറോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അടിപൊളി സാധനം ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ കേസിലേക്ക് വരുമ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ ആർക്കിടെക്ട്സ് ഒക്കെ ഇപ്പോൾ എഗ്രിമെൻ്റ് വെക്കുമ്പോൾ തന്നെ ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഒക്കെ വലിയ ആർക്കിടെക്ട്സ് ഒരുപാട് പേരുണ്ട്. അപ്പം ഞാനൊക്കെ എനിക്കും ആ ഒരു സംഭവം ഉണ്ടായിരുന്നു, എൻ്റെ ആരും ഇടപെടരുത് എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ക്ലയൻസിനൊക്കെ ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ രാവും പകലൊക്കെ ഇരുന്നിട്ട് അടിപൊളി സാധനം, ഇത് സൂപ്പർ, അത് ഞാൻ പൊളിക്കും, ഞാനിന്ന് പ്രസൻറ്റ് ചെയ്തിട്ട് തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ക്ലയൻറ്റ് ഒരു ഒറ്റയടിക്ക് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ രാത്രി ഇരുന്ന് ഫുള്ള് വരച്ച സാധനം നമ്മളിതിലെ എയർ സർക്കുലേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഫർണിച്ചർ ലേഔട്ട് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് പോയിട്ടുള്ളൊരു സാധനമായിരിക്കും. ക്ലയൻറ്റ് ഈസി ആയിട്ട് പറയാം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ ബെഡ്റൂം ഇങ്ങോട്ടേക്ക് വരണം, ഇത് ഇങ്ങോട്ടേക്ക് വരണം, ഈസി ആയിട്ട് അങ്ങ് പറയുമ്പോൾ നമ്മളുള്ളിലൊരു സാധനം ഇങ്ങനെ വർക്കാവും. ഇയാളാരാ, എൻ്റെ ഡിസൈനിന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ രാവും പകലിരുന്നൊരു സാധനത്തിന് കുറ്റം പറയും, ഇയാളാരാന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ സംഭവം തന്നെ വാസ്തുവിലേക്ക് വരുമ്പോൾ വാസ്തുവിൻ്റെ ഫുള്ള് കോമഡിയാണ്. വാസ്തു എന്ന് പറയുന്ന സാധനം, നമ്മൾ വരച്ചൊരു സാധനം വാസ്തുവിലേക്ക് പോകുമ്പോൾ ഈ ചിലപ്പോൾ ഒരു ആശാരിയോ അല്ലെങ്കിൽ കണിയാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഈ പ്ലാനിന് എന്ത് ചെയ്യണത്, നമ്മൾ ഫുൾ നമ്മൾ ഫുൾ സ്പേസ് ഇയാൾ വന്നിട്ട് ഇതിൽ കംപ്ലീറ്റ് എന്താക്കും, ഇതിൻ്റെ അളവുകളൊക്കെ ചേഞ്ച് ചെയ്യും, ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ടോയ്ലറ്റ് ആണെങ്കിൽ ക്ലോസറ്റിൻ്റെ പൊസിഷൻ നമ്മൾ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഉൾട്ടാക്കി കളയും, പൊളിച്ച് വേറെ സാധനമാക്കി കളയും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റേ സാധനം, നമ്മളെ ഡിസൈനിന് ആരാണ് ഇത് ഇടപെടുന്നത്, ഈ സാധനം വർക്കാവും. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഡിസൈനിങ്ങിൽ നിന്ന് ഇങ്ങനെ ജേണി തുടങ്ങുകയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പോന്നപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു, നമ്മളൊരു ബിസിനസ്സുകാരൻ്റെ ലൈൻ പിടിക്കാം. അതായത് നമ്മൾ അവരെയും കൂടെ കേൾക്കാം, അവരിടപെട്ടോട്ടെ, കുഴപ്പമില്ല. നമ്മളെ ഉള്ളിൽ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. കാരണം ക്ലയൻറ്റിൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഫങ്ഷൻ വെച്ചിട്ടായിരിക്കും വരച്ചിട്ടുണ്ടാവുക, ഇതിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് പരിപാടികളൊക്കെ ആയിട്ട്. പക്ഷെ ക്ലയൻറ്റിൻ്റെ ഇമോഷൻ വേറൊരു സാധനമാണ്. അതായത് വാസ്തുവിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ അളവാണെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അസുഖങ്ങൾ വരും. ഈ ഒരു ഇമോഷൻ ആ ക്ലയൻറ്റിന് വർക്ക് ചെയ്യുക, ഒട്ടുമിക്ക ആളുകൾക്കും വർക്കാവുക. അതായത് വാസ്തു സയൻസൊന്നും അവിടെ അതിനൊന്നും അവിടെ പ്രസക്തി ഉണ്ടാവില്ല. ചില സ്ഥലത്ത് കേട്ടോ, ചിലർ
ലോജിക്കലി കൈകാര്യം ചെയ്യുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ അത് നോക്കുന്നില്ല എന്ന് തോന്നുന്നല്ലേ, എനിക്കറിയാം. നോക്കാത്ത ആളുകളുണ്ട്, നോക്കുന്ന ആളുകളുണ്ട്. ഇന്നിപ്പോൾ നോക്കാത്ത ആളുകൾ ഞാൻ നോക്കുന്നില്ല എന്നാലും മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നു വിചാരിച്ചിട്ട് നോക്കുന്നവരുണ്ട്. അങ്ങനെ പറയുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇവരുടെ ഉള്ളിൽ ഈ സാധനം എവിടേക്കോ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ എന്താക്കും ഞാൻ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എത്ര നമ്മളെ സ്പേസിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ക്ലയൻറ്റിന് നമ്മളുടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ് ആയി അത് ഫുൾഫില്ലായി ഒരു ഇമാജിനേഷനിലായിരിക്കും നമ്മളിതൊക്കെ വരക്കുന്നുണ്ടാവുക. അത് ക്ലയൻറ്റിന് ഒരിക്കലും കിട്ടില്ല. അത് നമുക്ക് മാത്രം കിട്ടുന്നൊരു സംഭവമാണ്. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലയൻറ്റിനെ കിട്ടില്ല. അപ്പോൾ പിന്നെ അവരും കൂടെ നമ്മൾ പരിഗണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മളൊരു ഈഗോ ഞാൻ കുറേയൊക്കെ മാറ്റി വെച്ച് തുടങ്ങി. നമ്മളൊരു ബിസിനസ് ലെവലിലേക്ക്, അതായത് നമ്മൾ നന്നാവൽ നിർബന്ധമാണ്. അതായത് നമ്മൾ നന്നാവുക എന്ന് പറഞ്ഞാൽ അവരും കൂടെ പരിഗണിക്കുക, അവരുടെ ഇഷ്ടങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുക, അവർക്ക് ഇഷ്ടം. പക്ഷെ നമ്മളെ കാര്യങ്ങൾ പറയുക എന്ന് മാത്രം ഡ്യൂട്ടി മാത്രമായി. അവരിടപെട്ട് കഴിഞ്ഞാൽ ഈഗോ വെച്ചിട്ടൊരു കാര്യമില്ല. കാരണം നമ്മളെ മൈൻഡ് അല്ല വേറൊരാൾ. നമ്മൾ എത്രയായാലും നമുക്ക് ഒരാളെ പറഞ്ഞ് നന്നാക്കാൻ വരെ പറ്റില്ല. അത് നമ്മളെ തോന്നല. മറ്റുള്ളവരെ തിരുത്തുക എന്ന് പറയുന്നത് അത് വെറും നമ്മളെ തോന്നലാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് നമ്മളെ തന്നെ നമുക്ക് തിരുത്താൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഇനി ബാക്കിയുള്ള ആളുകളെ നമ്മൾ തിരുത്താൻ ചെറുതായിട്ട് എന്തോ സാധനം വന്നുകൊണ്ട് അപ്പം നമ്മൾ ആ ഒരു ഈഗോ ഒക്കെ മാറ്റി വെച്ചു. ഇപ്പോൾ പൂർണ്ണമായിട്ടും സലീഖ് ഇത് ചെയ്തോ എന്ന് പറഞ്ഞു വരുന്ന ക്ലയൻസും ഉണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങളെ ഇഷ്ടങ്ങളൊക്കെ ഇടപെടുമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ നമുക്കിപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെന്തായി, പെർഫെക്റ്റ് ആയി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. നമ്മളെല്ലാവരും കേൾക്കുന്നു. സോ ഇതിൻ്റെ ഒപ്പം തന്നെ വാട്ട് ഈസ് ഹാപ്പിനെസ്? അപ്പോൾ അത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളെ ഹാപ്പിനെസ്സിനെ നമ്മളൊന്നും കൂടെ ഒന്ന് വെട്ടിമുറിക്കണം. ഒരു പ്ലഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഞാൻ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്? അല്ല, ഞാൻ എൻ്റെ ഹാപ്പിനെസ് തന്നെയാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു സാധനം ഞാൻ പറയാണ്. ഇപ്പം ഹാപ്പിനെസ്സിനെ നമ്മൾ അങ്ങനെ കാണണം. അതായത് നമുക്ക് സന്തോഷം എന്ന് പറയുന്ന സാധനം, ഹാപ്പിനെസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻലെസ് ആയിരിക്കണം. അതൊരിക്കലും എന്തുണ്ടാവരുത്, അതിന് അവസാനം ഉണ്ടാവരുത്. എന്നും നമ്മൾ കണ്ടിന്യൂസ്ലി ഹാപ്പി ആയിരിക്കണം. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത്, സങ്കടം എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, സന്തോഷം എന്നും നിലനിൽക്കണമെന്നില്ല. കുറേ സന്തോഷം, കുറച്ച് സന്തോഷം അങ്ങനെ വരും. സങ്കടവും അതേപോലെ തന്നെയാണ്. കുറേ സങ്കടം, കുറച്ച് സങ്കടം അങ്ങനെ വരും. അപ്പോൾ എന്താണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ എന്താണ് ഹാപ്പിനെസ്? അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സംതൃപ്തിയാണ്. സംതൃപ്തി എന്ന് പറയുന്ന ഒരു വേർഡിനാണ് ഞാൻ അവിടെ പ്രാധാന്യം കൊടുക്കുക. അതായത് സന്തോഷം കിട്ടുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കള്ളു കുടിക്കാം, ബാക്കിയുള്ള ലഹരികൾ ഉപയോഗിക്കാം, ഈ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് സിനിമക്ക് പോകാം. ഇതൊക്കെ സന്തോഷം കിട്ടുന്ന സാധനമാണ്. ഇതിനൊരു ആഫ്റ്റർ ഉണ്ട്. അത് ആ ഒരു സംഭവം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ലൈഫിനെ നമ്മളെന്ത് ചെയ്യണം, സംതൃപ്തവാനായിരിക്കണം. നമ്മുടെ ലൈഫ്, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ അവസ്ഥ, നമ്മൾക്ക് കണ്ണുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇതിൽ നമ്മൾ സംതൃപ്തവാനാവുക എന്ന് പറയുന്നത് അതാണ് ശരിക്കും ഹാപ്പിനെസ്. അപ്പോൾ ചോദിക്കും, പണം ഉണ്ടായി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവില്ലെന്ന് ചോദിക്കും. പണം എന്ന് പറയുന്ന സാധനം നമ്മൾ എണ്ണേണ്ടത് വസ്ത്രം, ഭക്ഷണം, പണം, ഇതെല്ലാവർക്കും വേണം. അത് ടൂളാണ്. ഈ സാധനം മനുഷ്യന് വേണം. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് ഹാപ്പിനെസ്സിനെ അളക്കരുത്. ഇതെന്തായാലും എല്ലാവർക്കും വേണം. പണം ഉള്ളവനും പണം വേണം, ഇല്ലാത്തവനും പണം വേണം. എല്ലാവർക്കും പണം വേണം. അതേപോലെ തന്നെയാണ് വസ്ത്രം ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. അത് ഒരു ജേണിയാണ്. അതൊരു കടലാണ്. അത് നമ്മളെപ്പോഴും നമ്മളെ ഉള്ളിൽ ആരോടും വെറുപ്പില്ലാതിരിക്കുക, സ്നേഹം കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ സംതൃപ്തി അണഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതില്ലേ ചോദിക്കും, അതായത് നമ്മൾ ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല, നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെ പറയും. അതൊക്കെ തെറ്റാണ്. ഈ പറയുന്ന സംതൃപ്തി എന്ന് പറയുന്ന സാധനം നമ്മളെ ഗോളിനൊന്നും ബാധിക്കുന്ന സാധനമല്ല. ഗോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട സാധനമാണ്. നമുക്കിപ്പോൾ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നമ്മൾ ഇമാജിൻ ചെയ്യുക, എന്നിട്ട് നമ്മുടെ പണിയെടുക്കുക, അതിലേക്ക് നമ്മളെത്തും. അത് എത്തും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ മുന്നോട്ട് പോവാം. യൂണിവേഴ്സ് നമ്മളെ എത്തിക്കും. യൂണിവേഴ്സ് എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അതൊരു ഇതുണ്ടാവില്ല. നമ്മളൊരു വിശ്വാസിയാണ്. പക്ഷേ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വേർഡാണ്. യൂണിവേഴ്സ് നമ്മളെല്ലായിടത്തും എത്തിക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓഫീസ് പരിപാടിയൊക്കെ കഴിഞ്ഞ്
ഡിസൈൻ പരിപാടി, സൈറ്റിൽ പോയി, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എപ്പോഴാണ് വിശ്രമിക്കുന്നത്? ഒന്ന് പീസ്ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാനൊരു ടൈം എപ്പോഴാണ് കണ്ടെത്തുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊന്നും ഒരു ജോലിയായിട്ട് കാണുന്നില്ല? എനിക്ക് ജോലിയായിട്ട് കാണില്ല, ഞാനൊരു ജേണിയാണ്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുകയല്ലേ ചെയ്യുന്നത്, സഞ്ചാരം ഭയങ്കര രസമല്ലേ. അത് പിന്നെ ഇവിടെ ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസ്, ഓരോ ദിവസം നമുക്ക് ഓരോ എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ എന്നും ചെയ്യുന്നത് ഒരു ജോലിയാണ്. അതായത് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സാധനമാണെങ്കിലും നമ്മൾ പുതിയ പുതിയ ആളുകളെ എന്നും കാണുന്നുണ്ട്. അപ്പോൾ ആളുകളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്, ആളുകളോട് സംസാരിക്കുന്നുണ്ട്. ഇതൊരു ജോലിയായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാവരോടും നമ്മൾ നന്നായിട്ട് പെരുമാറുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. നമ്മളെ ചുറ്റിലുള്ള ആളുകളും നന്നാവുന്നുണ്ട്, നമ്മളും നന്നാവുന്നുണ്ട്, എല്ലാവരും നന്നാവും. ലോകം പ്രകാശം പരക്കട്ടെ എന്ന് പറഞ്ഞ സ്നേഹം പറക്കട്ടെ. ഇപ്പോൾ ഒരു നേച്ചർ ബ്യൂട്ടി കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ മൂന്നാർ പോവും, വാഗമൺ പോവും, ഇടുക്കി, അങ്ങനെ ഇവിടെയൊക്കെ പോകണം നേച്ചർ ബ്യൂട്ടി കാണാനായിട്ട്. ഇപ്പോൾ അതല്ല പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പോവാം, വിയറ്റ്നാം പോവാം, ബാലി. ബാലിയൊക്കെ ഓക്കെ. നേച്ചറായിട്ടുള്ള ഞാൻ ഇതൊക്കെ ഒരു നേച്ചർ സംബന്ധമായിട്ടുള്ള ബ്യൂട്ടീസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി, നമ്മൾ സെലീക്ക് ഇതുവരെയും കണ്ടതിൽ വെച്ചൊരു ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി, അത് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഏത് ശില്പമായ, അല്ലെങ്കിൽ അത് ഏത് ഗോപുരമാണോ, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി അത് മനസ്സിൽ തങ്ങിയേക്കുന്നത് എവിടെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഈ രാജ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത ഒരാളല്ല, അതായത് ഒരുപാട് ഫോറിൻ കൺട്രീസിലൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ നമ്മളെ നാട്ടിൽ ഇന്ത്യയിൽ ജനിച്ച ആളുകളാണ്. നമ്മൾ ഒരു നാച്ചുറൽ, നമ്മളിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും, ഇപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലായതുകൊണ്ട് മൂന്നാർ പോവുക, വയനാട് പോവുക, ഇവിടെയൊക്കെ ബ്യൂട്ടി എന്ന് പറയുന്നത് നേച്ചറാണ്. നമ്മൾ കാണുന്നത് മഞ്ഞും പച്ചപ്പും പരിപാടികളും ഒക്കെ നമ്മൾ കാണുന്നത് ഭയങ്കര നേച്ചറാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ താജ്മഹൽ പറയാം, കുത്തബ് മിനാർ പറയാം, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഞാൻ ദുബായിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ദുബായ് പോകുമ്പോൾ എനിക്ക് അവിടെ നമ്മളീ പറയുന്ന നേച്ചർ നമുക്ക് അങ്ങനെ കാണാനും ഇപ്പോൾ അവിടെ ഈ കടൽ മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡൗൺ ടൗൺ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പരച്ചുംബികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും. ഇപ്പം നമ്മളിവിടുത്തെ മലകൾ അവിടുത്തെ ബിൽഡിങ്ങുകളാണ്. നമ്മളിവിടുത്തെ മലകൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടുത്തെ ബിൽഡിങ്ങുകളാണ്. നമ്മളെ ഇവിടുത്തെ ചെറിയ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ നേച്ചറിലുണ്ടാകുന്ന പക്ഷികളും പരിപാടികളൊക്കെ ആണെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് കാറുകൾ ഒക്കെ പറയാം. കുറേ കാറുകൾ സഞ്ചരിക്കുന്നു. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വെട്ടം കാണുന്നത്, ചെറിയ ചെറിയ ബിൽഡിങ്ങുകളിലൊക്കെ വെളിച്ചം കാണുന്നത്, ഇത് ഭയങ്കര ഫീലാണ്. ഇപ്പം ഞാൻ റൂം എടുക്കുക എന്ന് പറയുന്നത്, ഞാനെപ്പോഴും ഈ ഷെയ്ഖ് സായിദ് റോഡുണ്ട് ദുബായിൽ, അതിൻ്റെ ഇപ്പം ഈ പറയുന്ന അവിടെ ഏതെങ്കിലും വലിയ ഹോട്ടലിൻ്റെ ടോപ്പിൽ പൂളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും ഞാൻ. ആ പൂളിൻ്റെ ടോപ്പിലിരുന്നിട്ട് എനിക്ക് താഴേക്ക് നോക്കണം. ഇതൊക്കെ എൻ്റെ ഓരോരോ മണ്ടത്തരം പരിപാടികളാണ് കേട്ടോ, ഓരോ ആഗ്രഹങ്ങൾ. ഇത് താഴേക്ക് ഇങ്ങനെ നോക്കി വെറുതെ എനിക്ക് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഇരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ടോപ്പിൽ പോയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഡിസിപ്ലിനായിട്ട് വണ്ടികൾ പോകുന്നു, വലിയ റോഡുകൾ, ബിൽഡിങ്ങുകളിൽ നിന്നുള്ള ലൈറ്റുകൾ, തൊട്ടപ്പുറത്ത് ബുർജ് ഖലീഫ കാണാം. അവിടെയുള്ള ഓരോ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ ഇതാണ് ശരിക്കും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭംഗി, ഈ സാധനം. അതിനിപ്പോൾ ചിലപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ പോലുള്ള വലിയ വലിയ ടൗണുകളൊക്കെ ഉണ്ട്, ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടതിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭംഗി അത് ഞാൻ വിചാരിച്ചിരുന്നത്, നമ്മൾ ഇവിടെ ഒന്നും പോകാത്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഈ നേച്ചറിൻ്റെ ബ്യൂട്ടി മാത്രമായിരുന്നു ഞാൻ ആസ്വദിച്ചിരുന്നത്. പക്ഷെ മനുഷ്യൻ നിർമ്മിച്ച സാധനം നമ്മൾ ഇരുന്ന് ആസ്വദിക്കുക, പൂൾ സൈഡിൽ ഇരുന്നിട്ടും ഈ പറയുന്ന വണ്ടികൾ പോകുന്നതും രാത്രി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സ് വലുതാവും.
നമ്മൾ ഇപ്പോൾ നിനക്കൊക്കെ കഥ എഴുതാനൊക്കെ വേണമെങ്കിൽ പോയിരിക്കുക, ഭയങ്കര രസമായിരിക്കും. പൂളിന്റെ മുകളില് അല്ലെങ്കിൽ പൂളിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന മതാമാരൊക്കെ അവിടെ ചാടി കുളിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ കാണുന്നത് ദുബായാണ്, നമ്മൾ ദുബായിന്റെ ഭംഗിയാണ് നമ്മൾ കാണുന്നത്, അത് നമ്മൾ ആസ്വദിക്കും. മതാമാരെ കാണാനാണെങ്കിൽ നമുക്ക് കോളത്ത് പോയാൽ പോരെ. അതന്നെ, അതാണ് നമ്മൾ അവിടെ പോകണം. നമുക്ക് ദുബായി ആണ് കാണേണ്ടത്. അതെ അതെ. അത് പൂളില് എങ്ങനെയാണ് ആ ഡയലോഗ് രസമായിരുന്നു. ഇതിപ്പോ ഞാനിങ്ങനെ പറയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോ നമ്മൾ ദുബായിലേക്ക് ടൂറാണ് പോയത്, പക്ഷെ ദുബായിലേക്ക് ജോലിക്ക് പോയവരൊന്നും ഇത് ആസ്വദിക്കുന്നുണ്ടാവില്ല. കാരണം അവരെ 9 to 5 ജോബ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇതൊന്നും ആസ്വദിക്കാൻ സമയം ഉണ്ടാവില്ല. ഇനി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഒരുപാട് പേരെയാണ് സെലിക്ക് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ക്ലയൻസിനെ ആണെങ്കിലും അതുപോലെ തന്നെ പർച്ചേസിങ് ടൈമിൽ കുറേ പേരെ ഹാൻഡിൽ ചെയ്യും, അതുപോലെ തന്നെ വീട് പണിയുന്ന സമയത്ത് അവിടെ പണിയുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഇവരൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ചില ആളുകൾ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബോസ് ആൻഡ് എ ലീഡർ. ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അതായത് ബോസ് എന്ന് പറഞ്ഞ വെച്ചപ്പോൾ അത് മറ്റേത് ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും, പക്ഷെ ലീഡർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒച്ചപ്പാട് ബഹളം ഇല്ലാതെ കൃത്യമായി, എന്നാൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കൊക്കെ വളരെ വ്യക്തവും കൃത്യവുമാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. സോ സെലീക്കിനെ സംബന്ധിച്ച് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് സെലീക്കിൻ്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ആർക്കിടെക്ചർ ബിസിനസ്സിൽ സെലീക്ക് എങ്ങനെയാണ് കാണുന്നത്? നമ്മളൊരു ലീഡർ ആവുക എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസിലൂടെ സംഭവിച്ചു പോവുക ചെയ്യുക. നമുക്കതൊരു ഭയങ്കര ഒരു ക്വാളിറ്റി. ഞാനങ്ങനെ സംസാരിക്കുന്ന ആളൊന്നല്ലായിരുന്നു. നമ്മളൊരു ലീഡർ ആവുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേരെ ഒരു തണലാവുന്നു നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതൊരു നമ്മൾ പോലും അറിയാതെ വരുന്ന ഒരു ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ ഇത്രയും വർക്കുകൾ ചെയ്യുമ്പോൾ ഒരുപാട് കാലത്ത് ഒരു 10 വർഷം നമ്മളിവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്, നമ്മൾ പുറത്തേക്ക് പോകുന്നില്ല. ഇതൊന്നും ചെയ്യാതെ നമ്മളിവിടെ നിൽക്കുമ്പോൾ അതറിയാതെ നമ്മളൊരു ലീഡറായി മാറും. നമ്മളെ തന്നെ ഒരു കമ്പനി ബിൽഡ് ചെയ്തിട്ട് പോകുമ്പോൾ നമ്മളറിയാതെ ലീഡറായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും എൻ്റെ ചുറ്റിലുള്ള ആളുകൾ എന്നെക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളെ ഞാൻ ചൂസ് ചെയ്യും. അതായത് ബ്രില്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതൊരു സാധാരണ ഒരു പണിക്കാരൻ എന്നെക്കാളും ബ്രില്യൻസ് ഉള്ള ആളുകൾ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ഒന്ന് ക്ലാരിറ്റി പറഞ്ഞേ. എടാ ഞാൻ പറയാം. അതായത് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഭയങ്കര ഡിഫറെൻ്റാണ്. അതിപ്പോൾ ഏതൊരു മനുഷ്യനും, അതിന് ഒരുപാട് വിദ്യാഭ്യാസമുള്ളവനെന്നോ അല്ലെങ്കിൽ ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലൊരു ഓറുണ്ട്. അപ്പോൾ ഈ സാധനം ഇപ്പോൾ എനിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും എനിക്ക് പണിയെടുക്കാനുള്ള എൻ്റെ ഒരു ധൈര്യം എന്നൊക്കെ പറയുന്നത്, എനിക്ക് അവിടേക്ക് ഓടിച്ചെന്ന് അവിടെ സെറ്റ് ചെയ്ത് അവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അധികം സംസാരിക്കാത്ത ഒരാളാണ് എങ്കിൽ ഞാൻ സംസാരിക്കാൻ അറിയുന്ന ആളുകളെ വെക്കും. അപ്പോൾ എൻ്റെ ചുറ്റിലുള്ള ആളുകൾ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യും. എനിക്ക് ഭാഷാ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഭാഷ അറിയുന്ന ആളുകളെ ഞാൻ എൻ്റെ ചുറ്റിലുണ്ടാവും. അപ്പോൾ ഞാൻ ലീഡറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും എൻ്റെ ലീഡർഷിപ്പ്. ഞാനീ പറയുന്ന ആളുകളെ, നമ്മളെക്കാളും ക്വാളിറ്റി ഉള്ള ആളുകളൊക്കെ നമ്മളെ ചുറ്റിലുമുണ്ട്. അപ്പോൾ എവിടെ പോയാലും എല്ലാം അറേഞ്ച് ചെയ്യാനും സെറ്റ് ചെയ്യാനും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മേഴ്സൺ, ഒരു കല്ല് വെക്കുന്ന ഒരാൾ എന്നെക്കാളും നല്ല പ്രായമുള്ള ആളായിരിക്കും. അയാളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും എത്രയോ 10 മടങ്ങ് മേലെയാണ്. എനിക്കത് പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ, അതവിടെ വെക്കണം. അയാൾ ഇതിൻ്റെ ഓരോ മുക്കും മൂലയും നോക്കി കറക്റ്റ് സെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കും. അപ്പോൾ അതുപോലുള്ള ആളുകൾ നമ്മളെ ചുറ്റിലുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ ഓട്ടോമാറ്റിക്കലി ലീഡർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ തന്നെ ലീഡറാവുന്നത്. അങ്ങനെ കയറി നമ്മളെ ചുറ്റിലുള്ള ആളുകളൊക്കെ അടിപൊളിയാവുമ്പോൾ നമ്മളൊരു ലീഡറായി മാറും. നമ്മുടെ ചുറ്റും
ഇപ്പൊ പറഞ്ഞതാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അടിപൊളിയാകുമ്പോൾ നമ്മൾ ലീഡറായിട്ട് മാറും. നമ്മളിത് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ സർവീസാണ്. അപ്പം നമ്മൾ നല്ല സർവീസ് ചെയ്യുക, ക്ലയൻസിനും എല്ലാവർക്കും നല്ല സർവീസ് ചെയ്യുമ്പോൾ നമ്മളൊരു നല്ല മനുഷ്യനാവും, നമ്മൾ നല്ലൊരു ലീഡറാവും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് എറണാകുളത്തുണ്ട്. ഇപ്പോൾ ഇനി നാളെയും എറണാകുളത്ത് തന്നെ ഉണ്ട്, പിന്നെന്തോ പാല പോകുന്നു. അപ്പോൾ ലൈഫിൽ യാത്ര ഭയങ്കര ഒരു മെയിൻ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കാൻ നേരത്ത് പത്തനംതിട്ട, മൈസൂർ ഈ ഭാഗങ്ങളിലൊക്കെയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന അതൊരു എന്താ പറയുക, ജോലി എന്ന് പറയാൻ പറ്റില്ല, ഒരു പാഷൻ്റെ ഭാഗമാണ് അല്ലേ? ഇന്ന് സലീക്കിൻ്റെ പാഷൻ്റെ ഭാഗമാണ് തൻ്റെ യാത്രകൾ, ഓരോ ക്ലയൻസിനെ മീറ്റ് ചെയ്യുക. എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഓരോ സൈറ്റിലേക്കുള്ള യാത്രകളാണ്. ഒരു ട്രാവൽ പരിപാടിയല്ല, പക്ഷെ അതിലൂടെ സ്ഥിരം യാത്രകൾ 3-4 ദിവസമായിട്ട് എറണാകുളത്ത് തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാറും നമ്മളും അതിന്റെ ഒപ്പം കൂട്ടി വെക്കാൻ പറ്റുന്ന ഹോട്ടൽ റൂംസുകളൊക്കെ ആയിരിക്കും എൻ്റെ ഓഫീസ് പരിപാടികളൊക്കെ. അതിന്റെ ഒപ്പം കൂട്ടി വെക്കാൻ പറ്റുന്ന ഒന്നാണ് ഭാര്യ അല്ലേ? ഭാര്യ എന്ന് പറയുന്ന അത്രയും നല്ല ലൈഫ് പാർട്ട്ണർ എന്ന് പറയാം നമുക്ക്. ഭാര്യ എന്ന് പറയണ്ട, തിരുത്താം. ലൈഫ് പാർട്ട്ണർ. കൊള്ളാം. അവളെ കുറിച്ച് ചോദിച്ചത് നന്നായി. എനിക്ക് അവളെ കുറിച്ച് പൊക്കി പറയുന്നതിൽ മടിയൊക്കെ ഉണ്ട്. അവളെ അഹങ്കാരം ഞാൻ പോയിട്ട് കാണേണ്ടി വരും. എന്നാലും പറഞ്ഞു കേക്കട്ടെ. കാരണം ഇത്രയും, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ സംസാരിച്ചു നിങ്ങള് എന്താണ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചെരുപ്പ് മേടിക്കാൻ പോകുന്നു. ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹത്തോടെ എന്താണ് ഭാര്യയ്ക്ക് വേണ്ടി ചെരുപ്പ് മേടിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ചെരുപ്പ് നോക്കുന്നു, തിരിച്ചും മറിച്ച് 2 തവണ നോക്കിയിട്ട് അവിടെ വെക്കുന്നു. അതിനുശേഷം അവള് വന്ന് നോക്കിയാലേ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ചെരുപ്പ് എടുക്കാൻ പോയിട്ട് അവളത് വിശ്വസിക്കില്ല. അവളത് പറയും ഞാൻ മനഃപൂർവ്വം വാങ്ങാത്തതാണെന്ന് അവള് പറയും. അല്ല, പക്ഷെ അതങ്ങനെയല്ലല്ലോ, ആ കഥ അങ്ങനെയല്ല. ഭാര്യയ്ക്ക് വേണ്ടി ചെരുപ്പ് എടുക്കാൻ പോയിട്ട് 2 തവണ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഇത് അവള് നോക്കിയാലേ ശരിയാവുള്ളൂ നമ്മൾ വെച്ചിട്ട് 16,000 രൂപയുടെ ഉടുപ്പാ നിങ്ങളെടുത്ത്. അത് അവൾക്ക് ഞാൻ അതിലും വലുത് വായിച്ചു കൊടുക്കും. ഭാര്യ എനിക്ക് അവൾ അടിപൊളിയാണ്. ഞാനും അവളും ഞങ്ങളിപ്പോൾ കല്യാണം കഴിച്ചിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങൾ എന്നൊക്കെ മറന്നു പോയാ. 2018 നമ്മളെ ഡേറ്റ് കല്യാണം. 2018 ജൂലൈ 7 തന്നെയല്ലേ ഇന്ന്. അപ്പോൾ ഞങ്ങൾ ഈ പ്രശ്നങ്ങളും പരിപാടികളൊന്നും ഇല്ല. ഞങ്ങൾ ഭയങ്കര ചില്ലാണ്. ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ വൈഫിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി പറയാ? വൈഫിൻ്റെ ക്വാളിറ്റി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ, ഇപ്പൊ എന്നോട് ഇത്രയും പറഞ്ഞല്ലോ. ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റികളുണ്ട്. ഒരുപാടെണ്ണത് മെൻഷൻ ചെയ്യൂ, ഒരുപാടെണ്ണം എന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞ അവള് വീട്ടിൽ അഹങ്കാരം ഇരിക്കും. പാവല്ലേ. ഭാര്യന്റെ പേരെന്തായിരുന്നു? ദിൽഷ. അതെ, ആളിപ്പോ ക്വാളിറ്റീസ് പറയട്ടോ എന്തൊക്കെയാണ് പറ. അവളെപ്പോഴും ഹാപ്പിയാണ്. അവൾ ചെറിയ അവൾക്കുള്ള സന്തോഷം അവളെപ്പോഴും കണ്ടെത്തും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എന്നിലൂടെ മാത്രം സന്തോഷം കണ്ടെത്താൻ വേണ്ടി അവൾ ശ്രമിക്കാറില്ല. അവൾക്കുള്ള സന്തോഷം അവൾ കണ്ടെത്തും. അതിൻ്റെ അർത്ഥം ഞാൻ അവളുടെ പാർട്ടല്ല എന്നല്ല. നമ്മളെ സന്തോഷങ്ങൾ ശരിക്കും നമ്മൾ കണ്ടെത്തണം. അത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് വേറൊരാളെടുത്തായിരിക്കരുത്. അതിൻ്റെ താക്കോല് നമ്മളെ കയ്യിലായിരിക്കണം. വേറെ ആളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാളത് ഓപ്പറേറ്റ് ചെയ്യും. അയാളായിരിക്കും ആ സന്തോഷം പിന്നെ ഓപ്പറേറ്റ് ചെയ്യുക. അത് നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ് ആവും. അപ്പോൾ അവൾക്കിപ്പോൾ ഞാൻ എപ്പോഴും അവളെ വിളിക്കണം എന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും മുഖം കറുത്ത് സംസാരിച്ച് അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടാത്ത രീതിയിൽ അവൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൽ അവൾ എന്നെ വിളിക്കും. അപ്പോൾ വിളിച്ചിട്ട് അവൾ സോറി ഒന്നുമല്ല, അങ്ങനത്തെ വീടുകളൊന്നും ഞങ്ങളിലില്ല. സോറി എന്ന് പറയുന്ന പരിപാടികളൊന്നും നമ്മളില്ല. അവൾ പറയും എനിക്കെന്തോ ഭയങ്കര ഇടങ്ങേറ്, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ.
അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിലുള്ള ഇനിയിപ്പോൾ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അതപ്പം തന്നെ കൂടാവും. അതായത് അത് അപ്പം തന്നെ സോൾവ് ചെയ്യാണ്. അതായത് ഇത് വെച്ച് ആളാണപ്പോൾ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അവള് എന്തെങ്കിലും അവൾക്ക് തോന്നുന്നതാണ്. ശരിക്കും എനിക്ക് ചില സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. അങ്ങനെ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ എൻ്റെ ഫേസിൽ നിന്ന് തോന്നുന്നതായിരിക്കും. പക്ഷെ അവൾക്ക് അങ്ങനെ പോലും എൻ്റെ ഫേസിൽ ചെറുതായിട്ട് പോലും ഞാൻ ഡിസ്റ്റർബ് ആവരുത് എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അത് ഭയങ്കര ക്വാളിറ്റി അല്ലേ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവൾ സമ്മതിക്കുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പെട്ടെന്ന് അവൾ സോൾവ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഭാര്യ എന്ന് പറയുന്നത്, പാർട്ട്ണർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ കുട്ടികൾ, അവൾ നമ്മളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണല്ലോ ഇപ്പോൾ ഈ ജോലി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു ഭാര്യയുടെ റോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉമ്മയുടെ റോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതാണ്. അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക എന്ന് പറയുന്നത് എവിടേക്കാണ് അത് പ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലായിടത്തും ഉണ്ടാവും. അതായത് അവർ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലല്ലോ, ഫുള്ളാണല്ലോ. അതിപ്പോൾ നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യട്ടെ, നമ്മളടുത്ത് അല്ലെങ്കിൽ വേറൊരു നമ്മളിപ്പോൾ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ ഏൽപ്പിക്കാമെന്ന് വിചാരിക്കും. അവർ ജോലി ചെയ്യുന്നത് ഒരു വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് ഇത് സംഭവം കഴിയില്ല. അപ്പോൾ ഭാര്യ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. അത് പറയുമ്പോൾ നമ്മൾ ശരിക്കും ആണുങ്ങൾ അതൊന്നും അങ്ങനെ പറയൂല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മളെ കഷ്ടപ്പാട്, നമ്മൾ ഭയങ്കരമായിട്ട് പുറത്തു പോയി ജോലി ചെയ്യുന്ന തലവേദന എടുക്കുന്നു, അതുണ്ട്. പക്ഷെ അതേപോലെ തന്നെ അതേ ഈക്വൽ സാധനമാണ് പ്രകൃതിയിലുള്ള വേറൊരു സംഭവം തന്നെയാണ് ഭാര്യ എന്ന് പറയുന്നതും ഒരു അമ്മ എന്ന് പറയുന്നതൊക്കെ, ഉമ്മ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇനി ഫാമിലിനെ കുറിച്ച് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഫാമിലി എന്താ, വളരെ ചെറിയ ഫാമിലി. എനിക്ക് 2 സ്നേഹമുള്ള 2 ബ്രദേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഉമ്മ ഉപ്പ അവർ ഭയങ്കര സംഭവമാണ്. അവരുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നതും ഞാനിപ്പോൾ ചിരിക്കുന്നതും എൻ്റെ പൈസ കൊടുത്ത് പഠിപ്പിച്ച് ഒക്കെ അവരാണ്. അവരിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ്, അവരിലൂടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്, ഞാൻ ചിരിക്കുന്നത്, ഞാൻ നടക്കുന്നതും, ഞാനിപ്പോൾ ഈ ഡ്രസ്സ് ഇടുന്നതും കൂളിംഗ് ഗ്ലാസ് വെച്ചതും ഇതൊക്കെ അതൊക്കെ അവരിലൂടെയാണ്. അപ്പോൾ അവരെ നമുക്കിങ്ങനെ ഒരു വാക്കുകൾ കൊണ്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പം നാളെ എൻ്റെ മക്കൾക്ക് ഞാൻ അങ്ങനെ ആവട്ടെ. അവർ ഇപ്പോൾ എൻ്റെ ഉപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രില്യൻ്റാണ്. അത് കാരണം അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല ആളുകളല്ലായിരുന്നു. ആ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ എനിക്ക് വിദ്യാഭ്യാസം തരണം എന്ന് ആഗ്രഹിച്ചത് തന്നെ ഭയങ്കര ഒരു സംഭവമല്ലേ. മക്കളുടെ 2 പേരുടെ പേര്? ഒരാളെ പേര് അമേലിയ, ഒരാൾ ലാനിക. അമേലിയ ലിഖ, ലാനിക ലിഖ. 2 പേരാണ്, 2 പെൺകുട്ടികളാണ്. ഈ പേര് എവിടെ നിന്നാണ് കിട്ടിയത്? അതൊക്കെ എവിടെന്നെങ്കിലും കിട്ടും, നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ പേര് കിട്ടില്ല. എന്തായാലും വളരെ രസമുള്ളൊരു ഇൻ്റർവ്യൂ അങ്ങനെയൊന്നും പറയണ്ട. നമുക്കൊരു സംസാരം ഭയങ്കര രസമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ സ്പെൻഡ് ചെയ്ത സമയം ഭയങ്കര രസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അല്ലേ. നിൻ്റെ പുതിയ സംരംഭം വലുതാവട്ടെ എന്നിലൂടെ. ഭയങ്കര ഐശ്വര്യമുള്ള ഒരാളാണ് ഞാൻ. എന്നിലൂടെ നീ ഈ ലോകത്തെ ടോപ്പ് ആങ്കർ ആവും. എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. അല്ല, ആങ്കർ ആയിക്കോട്ടെ, നാളെ ഇനി അതിലൂടെ ആണെങ്കിലോ നമ്മളെ ജേണി ആകട്ടെ. അല്ലെങ്കിൽ ഈ ചാനലിൽ ഭയങ്കര എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമല്ലേ? ഞാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കൂട്ടുകാരോട് നീ സംസാരിപ്പിച്ചു, അത് നിന്റെ ഒരു ഭയങ്കര ക്വാളിറ്റിയാണ്. നീ ബ്രില്യൻ്റ് ആണ്, നീ അടിപൊളിയാണ്, നീ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് പറയുന്നല്ലോ, മനസ്സിന്റെ ഉള്ളിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ഡയലോഗുകളല്ലേ. അതാണ് ഞാൻ കാര്യം പറഞ്ഞതാണ്. ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കണേ, ഞാൻ ഉത്തരവാദിയല്ല. തെറ്റിദ്ധരിക്കൊന്നുമില്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ അടിപൊളി സമയമായിരുന്നു. നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു. അടിപൊളിയാവട്ടെ എല്ലാം. ഇതൊരു തുടക്കം മാത്രമാണ്. ഹോം സ്റ്റോറീസിൻ്റെ ആദ്യ എപ്പിസോഡിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയാണ്. സെലീക്കിനെ നിങ്ങൾ കേട്ടതുപോലെ ഇനി വരുന്നവരെയും നിങ്ങൾ കേൾക്കണം, അവരുടെ കഥകൾ കേൾക്കണം.
കേരളത്തിൻ്റെ ബിൽഡിംഗ് സെഗ്മെൻറ്റിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദിസ് ഇസ് സഫ്വാൻ സൈനിങ് ഓഫ്. ബൈ.